വീക്കിലി റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു. വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്ന് ജൂലൈ മാസം 11 ശനിയാഴ്ച. വീക്കിലി റൗണ്ട് അപ്പിൻ്റെ 145 എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചിക്കാഗോയിൽ നടന്ന 40ാമത് PCNA കോൺഫറൻസ് ജൂലൈ 5 ഞായറാഴ്ച അനുഗ്രഹമായി സമാപിച്ചു. ജൂലൈ 2 നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ടൈറ്റസ് ഈപ്പൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രാസംഗികനായിരുന്ന ഡോക്ടർ സതീഷ് കുമാർ, ഡോക്ടർ ടിങ്കു തോമസ് എന്നിവർ ദൈവവചനം സംസാരിച്ചു. കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ ആശംസാ സന്ദേശം കുര്യൻ ഫിലിപ്പ് സദസ്സിൽ വായിച്ചു. തലമുറയായി എന്നുള്ള ചിന്താവിഷയത്തെ അധികരിച്ച് നടത്തിയ ദൃശ്യാവിഷ്കരണം സമ്മേളനത്തിലുണ്ടായിരുന്നു. ചിന്താവിഷയത്തോടനുബന്ധിച്ച് ഷേർലി ചിക്കാഗോ രചിച്ച തീം സോങ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ലോർഡ്സൺ ആൻ്റണിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രൈസ് ആൻഡ് വർഷിപ്പിൽ ധാരാളം ജനങ്ങൾ പങ്കെടുത്തു. ഏകദേശം 5000-ലധികം ജനങ്ങളാണ് ഈ വർഷത്തെ PCNA കോൺഫറൻസിൽ ചിക്കാഗോയിൽ പങ്കെടുത്തത്. എല്ലാ നിലയിലും വളരെ മെച്ചപ്പെട്ട കോൺഫറൻസ് ആയിരുന്നുവെന്ന് സംഘാടകരോട് പലരും സാക്ഷ്യപ്പെടുത്തിയതായി പിന്നീട് പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളീയ ഭക്ഷണ വിഭവങ്ങൾ നൽകിക്കൊടുത്തുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ സുത്യർഹമായി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നതായി ഫുഡ് കമ്മിറ്റി കൺവീനർ ജോൺസൺ ഉമ്മൻ അറിയിച്ചു. മാധ്യമ പ്രവർത്തകരായ ബ്രദർ KM ഈപ്പൻ, ഗാനരചയിതാവായ പാസ്റ്റർ സാംകുട്ടി മത്തായി, വിവിധ സാഹിത്യ സൃഷ്ടികളും കവിതകളും രചിച്ച സിസ്റ്റർ സൂസൻ B ജോൺ എന്നിവരെ റൈറ്റേഴ്സ് ഫോറം പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. PCNAക്കിൻ്റെ അടുത്ത സമ്മേളനം 2028 ഒക്ലഹോമയിൽ വെച്ച് നടക്കും. പാസ്റ്റർ തേജസ് തോമസ് ആണ് കൺവീനർ. ബ്രദർ ബിനോയ് ഫിലിപ്പ് സെക്രട്ടറി, ബ്രദർ നിബു വെള്ളവന്താനം ട്രഷററായും പ്രവർത്തിക്കും. സമാപന സമ്മേളനത്തിൽ പാസ്റ്റർ ജിജു ഉമ്മൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ വിൽസൺ വർക്കി, പാസ്റ്റർ ജോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ കർത്തൃമേശ നടത്തി. പാസ്റ്റർ KV എബ്രഹാമിൻ്റെ ആശീർവാദത്തോടെ ഈ വർഷത്തെ PCNA കോൺഫറൻസ് സമാപിച്ചു. ഏകദേശം 2 വർഷം നീണ്ടുനിന്ന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന PCNAക്കിൻ്റെ സമാപനത്തോടെ സമാപിക്കുന്നത്. PCNA സമ്മേളനം വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ നടത്തുവാനുള്ള കഴിഞ്ഞ വർഷത്തെ തീരുമാനമാണ് ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ എത്തുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 41ാമത് PCNA പ്രവർത്തകരെ ഞങ്ങൾ അനുമോദിക്കുകയും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. PCNAക്കിൻ്റെ കൂടുതൽ വിവരങ്ങളും കൂടുതൽ ക്ലിപ്പുകളും പിന്നീട് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. 29ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞ വ്യാഴാഴ്ച ഡെൻവറിൽ ആരംഭിച്ചു. ഡോക്ടർ എബി മാമൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ നാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ ബെൻസൺ ഏബ്രഹാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാളെ ഉച്ചയോടെ നടക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയോടെ ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസ് സമാപിക്കും. എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഷിക്കാഗോയിൽ വർഷിപ്പ് നൈറ്റ് ഇന്ന് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്കുണ്ടായിരിക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ജോൺ T കുര്യൻ അറിയിക്കുന്നു. റെജി ഇമ്മാനുവൽ നയിക്കുന്ന സംഗീത ശുശ്രൂഷയും വർഷിപ്പുമാണ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നത്. ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് പാസ്റ്റർ ജോൺസൺ ഫിലിപ്പിൻ്റെ വസതിയിൽ വെച്ച് നടക്കുമെന്ന് FPCC ഭാരവാഹികൾ അറിയിച്ചു. FPCCയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മാസയോഗം ജൂലൈ മാസം 18 ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. സുപ്രസിദ്ധ സുശേഷ പ്രാസംഗികനായ പാസ്റ്റർ അനീഷ് കാവാലം ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം നടക്കുമെന്ന് പാസ്റ്റർ സേവ്യർ ജെയിംസ്, പാസ്റ്റർ MG ജോൺസൺ എന്നിവർ അറിയിക്കുന്നു. സിസ്റ്റർ റോസമ്മ തോമസ് എഴുതിയ ഈഡൻ ടു എറ്റേണിറ്റി എന്ന ഗ്രന്ഥത്തിന് റൈറ്റേഴ്സ് ഫോറം അവാർഡ് ലഭിച്ചു. കഴിഞ്ഞ PCNA സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റൈറ്റേഴ്സ് ഫോറം മീറ്റിംഗിൽ വെച്ച് പാസ്റ്റർ CP മോനായി അവാർഡുകൾ വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസം ഡാളസിൽ നിര്യാതനായ ബ്രദർ ബ്രിജിത്ത് ഫിലിപ്പ് മാത്യുവിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ജൂലൈ മാസം 13 നടക്കും. കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലാണ് ശുശ്രൂഷകൾ നടക്കുന്നത്. ജൂലൈ 3 അദ്ദേഹം മരണപ്പെട്ടത്. ഷിക്കാഗോ IPC ശാലേം സഭ ശുശ്രൂഷകൻ പാസ്റ്റർ CC കുര്യാക്കോസിൻ്റെ ഭാര്യ സഹോദരൻ ഇവാഞ്ചലിസ്റ്റ് ജോസ് പ്രകാശ്
കേരളത്തിൽ വെച്ച് നിത്യയിൽ പ്രവേശിച്ചു. ശവസംസ്കാരം നടന്നു. കഴിഞ്ഞ ദിവസം ഡാളസിൽ നിര്യാതനായ പാസ്റ്റർ പി സി ജേക്കബിൻ്റെ ഭാര്യ റെനി ജേക്കബിൻ്റെ മാതാവ് അന്നമ്മ മത്തായിയുടെ സംസ്കാര ശുശ്രൂഷകൾ ഇന്നലെ വെള്ളിയാഴ്ചയും ഇന്ന് പകലുമായി നടക്കും. ഇന്ന് പകൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ഇന്നലെ വൈകിട്ട് മെമ്മോറിയൽ സർവീസ് ഡാളസിൽ വെച്ച് നടന്നു. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. പി സി നാക്കിൻ്റെ പ്രധാന പ്രാസംഗികരിൽ ഒരാളായിരുന്ന അനീഷ് കൊല്ലം ഞായറാഴ്ച സെലിബ്രേഷൻ ചർച്ചിൽ വെച്ച് ദൈവവചനം സംസാരിക്കുമെന്ന് സഭയുടെ ഭാരവാഹികൾ അറിയിച്ചു. അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. പി സി നാക്ക് കോൺഫറൻസിനോടനുബന്ധിച്ച് ഇംഗ്ലീഷ് സെഷനിൽ പ്രത്യേക സമ്മേളനം നടന്നു. അമേരിക്കയിലെ മിലിറ്ററികളിൽ സേവനം അനുഷ്ഠിച്ചവരും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും വേദിയിൽ എത്തിച്ച് ആദരവുകൾ പ്രഖ്യാപിച്ച് അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് 250ാമത് സ്വാതന്ത്ര്യ ദിനം ഇംഗ്ലീഷ് സെഷനിൽ നടത്തിയത്. മലയാളം സെഷനിൽ ബ്രദർ ജെയിംസ് ജോസഫ് മെമ്മോറിയൽ സർവീസിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ നടത്തി. അദ്ദേഹം വെറ്ററൻസിനെ ആദരിക്കുകയുണ്ടായി. ചിക്കാഗോയിലെ വെറ്ററൻസ് ലൂയി ചിക്കാഗോയെ മാധ്യമ പ്രവർത്തകർ അഭിനന്ദിച്ചു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ പി സി നാക്ക് വിശേഷങ്ങളും മറ്റിതര വാർത്തകളുമായി അടുത്ത വെള്ളിയാഴ്ച രാവിലെ നാം കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് താൽക്കാലികമായി ഇവിടെ പറയുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാർലറ്റ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. ബാർലറ്റ് സിറ്റിയിൽ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് പ്രത്യേക സ്ഥലത്തിൻ്റെ വാർ മെമ്മോറിയൽ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 10 വർഷത്തോളം അമേരിക്കൻ മിലിറ്ററിയിലെ സേവനം അനുഷ്ഠിച്ച നമ്മുടെ പ്രിയങ്കരനായ ലൂയി ചിക്കാഗോയെ ഞങ്ങൾ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തന അച്ഛനും നിലവിലുണ്ട്, അലുലിയ സാമ്പത്തികമുണ്ട്. അതുപോലെ തന്നെ ലൂയി ചിക്കാഗോ നമ്മുടെ മധ്യത്തിലുള്ള ചില വാക്കുകൾ മാധ്യമ പ്രവർത്തനം സംസാരിക്കുന്നത്. അമേരിക്കൻ നേവിയുടെ 6ാം കപ്പൽപ്പടയിൽ അംഗമായിരിക്കുകയും അതുപോലെ തന്നെ അമേരിക്കൻ നേവി നടത്തിയിട്ടുള്ള പല ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുള്ള ഒരു സൈനികൻ്റെ കൂടെയാണ് നമുക്ക് ലൂയി ചിക്കാഗോ എന്നത് അറിയപ്പെടുന്ന ജോസഫ് ജോർജ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക 250ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചതിൻ്റെ തൊട്ടപ്പിറ്റേ ദിവസമാണ് നടക്കുന്നത്. വളരെ ആദരവോടുകൂടെ അമേരിക്കയ്ക്ക് വേണ്ടി തൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ കുറേ കാലഘട്ടം നേവിയുടെ ഭാഗമായി ഈ രാജ്യത്തെ സേവ് ചെയ്ത അനുഗ്രഹീതമായ ഒരു സൈനികനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സൈനികരെ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ രാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് ഈ രാജ്യത്തിന് വേണ്ടി വില കൊടുത്ത ആയിരക്കണക്കിന് 10,000-കണക്കിന് സൈനികരാണ് ഓരോ രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ പുറകിലുള്ളത്. അവരെ നമ്മൾ ആദരവോടെ ഓർക്കണം. അതിനുള്ള ഈ വാർ മെമ്മോറിയലിൽ വെച്ച് ഞങ്ങൾ ലൂയി ചിക്കാഗോയെ അഭിനന്ദിക്കുന്നു. താങ്ക് യു. നമ്മുടെ പരിപ്പച്ച മാസികയുടെ എഡിറ്റർ അച്ഛൻ ഇതൊരു ചരിത്ര നിയോഗമായി കാണുന്നു. ലൂയി ചിക്കാഗോ അമേരിക്കൻ ജനതയ്ക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അതിലെല്ലാം ഉപരി ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു നാട്ടുകാരും ഞങ്ങൾ സഹോദരങ്ങളുമാണ്. ലൂയി ചിക്കാഗോയെ അനുമോദിക്കുന്നു. അദ്ദേഹത്തെ ആദരവോടുകൂടിയാണ് ഞങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നത്. ലൂയി ചിക്കാഗോവിനെ നിങ്ങൾ വിളിക്കുമ്പോൾ ലൂയി ഇലന്തൂരെന്ന് ഞങ്ങൾ പറയുന്നു. ഇലന്തൂർ ചക്കാലയിൽ ഫാമിലിയിലെ വിലപ്പെട്ട ഒരു മനുഷ്യനാണ് ലൂയി ഇലന്തൂർ. ലൂയി ചിക്കാഗോ ഒരു പ്രാവശ്യം കൂടെ ചിക്കാഗോ മലയാളികൾക്ക് വേണ്ടി, ചിക്കാഗോ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരുമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ നൽകി തരുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, അത് പ്രത്യേകമായി ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇവിടെ എഴുതി വെച്ച് അദ്ദേഹത്തെ ഈ ഗവൺമെൻറ് ആദരിക്കുമ്പോൾ 250ാമത് വാർഷികം ആഘോഷിക്കുന്ന അമേരിക്കയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്ന നമ്മുടെ ലൂയി ചിക്കാഗോ ഭാഷകളെ ആദരിക്കും. ഒരു നിമിത്തമാണ്
is awesome. This is amazing. This is amazing. I'm so humbled to be standing in front of you all, but especially beside my fellow military service members here. It's both my honor and privilege to welcome you all today and celebrate two milestones. PCNAC's 40th, here in my hometown of Chicago, and America's 250th. My name is Sajin. I'm a member of ICAG Celebration Church here in Chicago. Like many of the courageous men and women standing here on stage, I enlisted into the United States Army when I was 17 years old. Lied to my dad. Told him I was going on a field trip. He signed the paper. He was watching WWF, and that was the time to get him, you know? Joined when I was 17 years old. I spent my whole adult life in the service. Much of what was spent mobilized overseas, including deployments to Iraq and Afghanistan. I officially retired last year, and am now, currently, I'm a police lieutenant in the Department of Veterans Affairs Police Department here in Chicago. Every single one of these brave servicemen and women behind me has a story, a testimony that needs to be heard. I believe although we all have a different path in life, we who have chosen to embrace the uniform and dedicate our lives to service have a shared belief in that we are willing to fight for our nation, but also fight for our families, fight for our communities, our friends, our churches, our brothers and sisters, no matter the danger. I'm sure many of you guys get asked all the time, how's military life treating you? Or how hardcore is PT? Or even, is that what you guys really eat? Followed by, I could never imagine. Let me ask you guys this question. You guys know another group of people that are willing to sacrifice everything for their families, no matter the detriment to their own well-being? I'll give you a hint. A lot of them are just a few paces to the right in that Malayalam session, right of this hall. Some of them are sitting right next to you in here. It's the generation that gave up everything They gave up everything to their family, to give their family a chance. The generation above us that never complained, but put their head down and worked. You guys know the theme of this PCNAC. It's generation to generation. It's on us. It's on our generation to pay it forward and help each other. Be selfless. Sacrifice, just like the generation before us sacrificed. They were not perfect by any means. We all know that. Our parents were not perfect, but their blood, sweat, and tears and those countless hours spent crying out to God has paved the way for us. I don't want to waste your guys' time here and keep talking. Ladies and gentlemen, I want you to join me in celebrating my fellow military service members as we celebrate America 250 and PCNAC 40th anniversary. Please join me in applauding them. I'm going to have Pastor David Richard pray for our service members. Well, I'm not in the army. I'm in a different kind of army. I'm in the Lord's army. Amen. Can't say any speech or anything, but I'm glad you guys are all standing up. Let's all just bow our heads and close our eyes and just stretch your hands towards these men and women as we pray for protection and God's anointing over their lives, that every footstep, everywhere they walk, everywhere they go, their fellow men, that they will be witnesses and they will be people of honor and be protected by God. Father, I just thank you right now for this time, Lord.
I just pray for these men and women who have served in the Army, in the Navy, in the different areas in government, Lord. I just pray, Father God, that you will just begin to touch them, Father God. Protect them, Father God, Lord. Build a wall of fire around them the enemy cannot touch, Father God. And I just pray that you, God, will just begin to order their steps, Father God, Lord. I thank you, Father God, that you kept them this long. And I pray, Father God, for the continual protection over them, Father God. I also pray for the continual protection over this nation, Father God. Lord, we just pray, Father God, that you, God, would just begin to just build a wall of fire around this nation, Father God, that the enemy cannot penetrate, Father God. And we just want to give you the glory, honor, and praise. And we want to thank you, Father God, for keeping us safe this far. Thank you, Father, for hearing our prayer. Thank you for the protections that we enjoy. Thank you for everything that you have provided for us. And we thank you, Lord, for just being in our midst. Thank you. In Jesus' name we pray. Amen.